ഞാൻ നിങ്ങളുടെ ബേബി. വെൽക്കം ടു മൈ ചാനൽ babyshajiantony. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ട് ചെയ്യുന്ന ഒരു ഫിഷ് ഫ്രൈയുമായിട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്യുക. എന്നാൽ വീഡിയോയിലേക്ക് പോയാലോ? ഇന്നത്തെ സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് സാധനങ്ങളൊന്ന് അരച്ചെടുക്കാനുണ്ട്. ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി അത് ഞാൻ കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട്. ഒരു 4-5 ചെറിയ ഉള്ളി, അതേപോലെ തന്നെ 3-4 പച്ചമുളക്, ഒരു 10-15 വെളുത്തുള്ളി, കുറച്ചധികം കരിവേപ്പില, ഒരു 2-3 കതിർപ്പ് കരിവേപ്പില. ഇത് മൊത്തം എല്ലാം കൂടെ എടുത്തിട്ട് ഞാനൊന്ന് മിക്സിയിൽ നല്ലപോലെ ഒന്ന് അരച്ചിട്ട് വരാം. ഇതെല്ലാം ജാറിലേക്ക് ഇട്ടിട്ട് അതിനകത്ത് ഏകദേശം ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണം നമ്മളിതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നന്നായി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കുറച്ച് നമുക്ക് പൊടികളെല്ലാം കൂടെ ചേർത്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 2 ടേബിൾ സ്പൂണിനടുത്ത് കശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ അതിനകത്തേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 2 ടീസ്പൂണിനടുത്ത് പെരുംജീരകപ്പൊടി, ഒരു 2-3 ടീസ്പൂണ് ചതമുളക്, പിന്നെ നന്നായിട്ട് ക്രിസ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 2 ടീസ്പൂണോളം അരിപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നീട് അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അതിപ്പോൾ ഓരോരുത്തർ എടുക്കുന്ന മീനിനനുസരിച്ച് ചെയ്യുക. ഞാനിവിടെ 2 ആവോലിയാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ നമ്മുടെ ഹൈലൈറ്റ് ഐറ്റം ആയ 2 ടേബിൾ സ്പൂണോളം ചിരകിയ തേങ്ങ. നമ്മൾ കുഴയ്ക്കാൻ പോകുന്നത് വെള്ളത്തിലല്ല, ഏകദേശം 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടാണ് നമ്മളത് കുഴയ്ക്കുന്നത്. നമ്മൾ ആ കോക്കനട്ട് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്യണം. ഇത് നല്ലതുപോലെ ആ ഇൻഗ്രീഡിയൻസ് മൊത്തം ഒരുപോലെ ഒന്നായി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമ്മൾ യോജിപ്പിച്ചെടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഈ 2 ആവൂലിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നല്ലതുപോലെ അതിനകത്തേക്ക് മസാല നമ്മൾ പുരട്ടി യോജിപ്പിച്ച് വെക്കണം. നല്ലതുപോലെ ഇത് പുരട്ടി എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കുക, നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെക്കണം. ഇതപ്പോൾ നല്ലതുപോലെ ഇത് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കുറഞ്ഞത് ഒരു 1/2 മണിക്കൂർ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുകയാണ്. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുമായിരിക്കും കുറേ കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിരുന്നു. ആ ചൂടായ എണ്ണയിലേക്ക് ഞാൻ ഓരോന്നായിട്ടാണ് വറുത്തെടുക്കുന്നത്. ഇതേപോലെ എണ്ണയിലേക്ക് നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇത് നല്ല മാംസമുള്ള മീനായതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കുക. ചെറിയ തീയിലായിരിക്കണം നമ്മൾ വെക്കേണ്ടത്. ഏകദേശം ഒരു സൈഡ് തന്നെ ഞാൻ ആ ചെറിയ തീയിൽ ഒരു 5 മിനിറ്റെങ്കിലും വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇത് മറിച്ചിടുന്നത്. ഈ മറിച്ചിട്ടതിന് ശേഷം അതേമാതിരി തന്നെ ചെറിയ തീയിൽ ആ ഒരു സൈഡും 5 മിനിറ്റോളം ഞാൻ വേവിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോ, നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സ്പെഷ്യൽ ചേരുവയായ ഈ തേങ്ങയും കൂടെ ചേർത്തിട്ട് നിങ്ങൾ പലരൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റാണ്. അതിൻ്റെ ആ മസാല ലാസ്റ്റ് ഇങ്ങനെ എടുത്ത് കോരിയിട്ട് തിന്നുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റുള്ളൊരു ഫിഷ് ഫ്രൈ ആണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ആവോലി ഫിഷാണ്, ഏത് ഫിഷിന് വേണമെങ്കിൽ നമുക്ക് ഇതേമാതിരി ചെയ്യാൻ പറ്റും. അപ്പം ഈസി റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യണേ. കൂടുതൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ ഫ്രണ്ട്സ്.